എവിടേക്ക് പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ എന്താ പറയുക, റീലൊക്കെ ചെയ്തു വരുന്ന ഹാഷിറിനെ പോലെ കഥാപാത്രങ്ങളൊക്കെ ആളുകളൊക്കെ ഈ ഒരു സെക്കൻഡ് ഹാഫിലെ ഇമോഷൻ എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എടുത്തു പറയേണ്ടത് തന്നെയാണ്, ആ പയ്യന്മാരെല്ലാവരും, ആ കുട്ടികളെല്ലാവരും അവർക്ക് കിട്ടിയ ഭാഗം കോമഡി ട്രാക്കായാലും ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആ ഭാഗങ്ങളൊക്കെ തന്നെയും ഒട്ടും കയ്യിൽ നിന്ന് പോവാതെ കൈയടക്കത്തോടു കൂടി ഒരുപാട് നാളായിട്ട് സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ഒതുക്കത്തിൽ ആ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. വിപിൻ ദാസിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിപിൻ ദാസ് സ്ക്രിപ്റ്റ് ചെയ്ത സിനിമകളൊക്കെ തന്നെയും ഒരു എൻ്റർടൈൻ വാല്യൂ ഉള്ള സിനിമകളായിരിക്കും. നമുക്ക് അവാർഡ് സിനിമകൾക്ക് വേണ്ടി പറഞ്ഞേക്കാൻ പറ്റുമോ, ആ തരത്തിലൊന്നും നോക്കാൻ കഴിയില്ല. പക്ഷേ തിയേറ്ററിൽ 2.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂർ ആ സിനിമ എൻജോയ് ചെയ്ത് കാണാൻ കഴിയും. അതാണ് വിപിൻ ദാസിൻ്റെ മനോഹരമായ സ്ക്രിപ്റ്റുകളുടെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ പിടിച്ചിരുത്തുന്ന എലമെൻറ്റ്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്